ഇനി നമ്മൾ കയറാൻ പോകുന്ന മലയാണ് കേട്ടോ. അത് 3 മലകൾ നമ്മൾ കയറി കഴിഞ്ഞു. ഇനി കയറാൻ പോകുന്ന മലയാണ് ആ കാണുന്നത്. രാവിലെ പോയവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. രാവിലെ അല്ല, ചിലപ്പോൾ അവർ ഇന്നലെ പോയി അവിടെ താമസിച്ചിട്ട് വരുന്നവർക്കാണ് അവർ. ആ മലയാണ് ഇനി നമുക്ക് കയറേണ്ടത്. അത് 4ാമത്തെ മലയാണ് കേട്ടോ. ചെറിയ മലയാണെന്ന് വിശ്വസിക്കരുത്, കുറച്ച് ദൂരമുണ്ട്, നല്ല മലയുണ്ട് അത് അങ്ങോട്ടേക്ക്. അത് ആ കോട കയറി കാണാത്തതുകൊണ്ടാണ്. എവിടെ ദൂരം എടുക്കുന്നത് ഇനിയിപ്പോൾ? இங்கே இருக்குதா? அங்கே இருக்குது. 2 மலை இருக்கும். ഓക്കെ. തീയിടുന്ന ശരിക്കും ഡേഞ്ചറാണ് കേട്ടോ. കാരണം മൊത്തം പുൽമേടാണ് താഴോട്ട്. കയറി കത്തിയാലേ ഒന്നും ചെയ്യാനാവില്ല. അവരുള്ള വേസ്റ്റൊക്കെ കത്തിച്ച് കളയാണ്. പാറയുടെയൊക്കെ സൈസ് ഉണ്ടോ? എന്താ സൈസ് എന്നറിയോ? കേട്ടോ, ആ കാണുന്ന മല നമുക്ക് കയറണം കേട്ടോ. ആ ഏറ്റവും ടോപ്പിലല്ലേ ആ കോടയുണ്ട്. ആ കോടയാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. നമുക്ക് എവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതാണ് നമ്മുടെ വെള്ളരിമല കൊടുമുടി, ഏറ്റവും പീക്ക് പോയിന്റ്. ആ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ കയറുന്നതും ഇറങ്ങുന്നതൊക്കെ നമുക്ക് കാണാം. വെള്ളരിമല ശരിക്കും 3 മാസം മാത്രമേ, വർഷത്തിൽ 3 മാസം മാത്രമേ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ആ ആളുകൾക്ക് വേണ്ടിയിട്ട് കയറാനായിട്ട്. കാരണം മഴക്കാലത്ത് ഇവിടെ ഡേഞ്ചറാണ് കുറച്ച്. ശരിയാണ്, ഡേഞ്ചർ തന്നെയാണ് കേട്ടോ. അതാണ് നമ്മുടെ പീക്ക് പോയിന്റ്, ഏറ്റവും ടോപ്പിലുള്ള പോയിന്റ് വെള്ളരിമല കൊടുമുടി. അവിടെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം നോക്കുകയാണ് നടക്കുകയാണ്. പക്ഷേ എല്ലായിടത്തും വേസ്റ്റാണ്. ഭക്ഷണത്തിൻ്റെ വേസ്റ്റാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് മലമൂത്ര വിസർജനം നടത്തി ആകെ കൂടെ നാട്ടിച്ചിരിക്കുകയാണ്. നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല. അതാ പ്രശ്നം. ഈ വടി ഉണ്ടല്ലോ, ഈ വടിയുടെ ആവശ്യം ശരിക്കും ഇല്ല കേട്ടോ നമുക്ക്. കാരണം അതിന് മാത്രം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ട്രക്കിംഗ് അല്ല ഇത്. നമുക്ക് ഈസി ആയിട്ട് കയറി വരാം. ഇതൊക്കെ ഈ ആളുകൾ 10-30 രൂപയ്ക്ക് വേണ്ടി വടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന സംഭവമാണ്. പിന്നെ വേണ്ടി വരും, ഈ വീട്ടിൽ തിന്ന് കുത്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി വരും. ഈ അനങ്ങാതെ, ശരീരം അനങ്ങാതെ ഇരിക്കുന്ന ആളുകൾ, അവർക്ക് എന്തായാലും വേണ്ടി വരും വടി. പിന്നെ സ്ത്രീകൾ, കുട്ടികൾ, അവർക്ക് പിന്നെ എന്തായാലും വേണ്ടി വരും. കാരണം കുറച്ച് അവരെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെയും കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് ഡിഫിക്കൽട്ട് തന്നെയാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ കൊടുമുടി കയറി, ഈ മല കയറി, ഈ 7 മലയും കയറി ഇവിടെ എത്തുക എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്കിതിൻ്റെ ഒന്നും ആവശ്യകതയില്ല. ഞാനിത് പൈസ കൊടുത്ത് വാങ്ങിയതല്ല കേട്ടോ. 30 രൂപ ഒരു വടിക്ക് വാങ്ങുന്നുണ്ട്. ഞാൻ വേണ്ട പറഞ്ഞു. തമ്പി മുടിയാതെ തമ്പി എന്ന് പറഞ്ഞ് ആളുകൾ. പിന്നെ ഞാൻ എന്തായാലും അവർ പറയുന്നതല്ലേ എന്ന് കരുതി വഴിയിൽ കളഞ്ഞൊരു വടിയെടുത്തിട്ട് ഞാനിങ്ങ് വന്നു. എന്നാലും പൈസ കൊടുക്കില്ല, അതാണ് ഉദ്ദേശം. കാരണം ഇതൊരു തട്ടിപ്പാണ് ശരിക്കും. ഈ വടി ഒരു തട്ടിപ്പാണ് ശരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സ്റ്റിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കുളിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. ശരിക്കും ഒരു തോടാണ്, ചെറിയ തോടാണ്. പക്ഷെ ഇവിടുന്ന് കുളിച്ചാൽ, ഞാൻ കുളിക്കുന്നില്ല കേട്ടോ. ഇവിടുന്ന് കുളിക്കാൻ പറ്റില്ല എന്തായാലും. കുളമൊക്കെ ഉണ്ട്, മൊത്തം മൂത്ര വൃത്തിയോടെയൊക്കെ കിട്ടിയാൽ ഇവിടുന്ന് കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൊറി പിടിച്ച് ചാവും. ആ രീതിയിലായി പോകും. ഒരു രക്ഷയില്ല. അത് എന്താ ചെയ്യാന്ന് ഒരു പിടുത്തമില്ല അതല്ലേ. കുളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ മാലിന്യ വിസർജനം ഉണ്ടല്ലോ, അതാണ് പ്രശ്നം. വെള്ളിയാങ്കിരി മലയുടെ ടോപ്പ് പീക്കിലേക്ക് എത്താൻ ഇനിയും സമയമുണ്ട്, ഇനിയും സമയമെടുക്കും. കാരണം ഞാനിപ്പോഴും ഈ ഒരു എന്താ പറയുക, ഒരു 4-5 മല കഴിഞ്ഞിട്ടേ ഉള്ളൂ. 5-6 മല കഴിഞ്ഞു. ഇനി ഒരു മല കൂടി കയറാനുണ്ട് ശരിക്കും. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു നല്ല കോടയും ഒക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം കുറച്ചും കൂടി സ്മെല്ലൊന്നും ഇല്ലാത്തൊരു സ്ഥലം എന്ന് പറയാൻ ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഇരിക്കുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. വേണ്ട, സ്മെല്ലില്ല, പക്ഷെ നല്ല വേസ്റ്റും കേട്ടോ. ഞാൻ കാണിച്ചുതരാം.
വേസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അത് കേട്ടോ, ഇതൊക്കെ വേസ്റ്റാണ് ആ കാണുന്നതൊക്കെ അല്ലേ. ആ ഭാഗത്തു നിന്നൊക്കെ ആളുകൾ കയറി വരുന്നുണ്ട്. കുറേ പേരൊക്കെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ അതെ, കുറേ പേരൊക്കെ ഇറങ്ങുന്നുണ്ട് ടോപ്പിലേക്ക് പോയിട്ട്. നല്ല കോട ഇങ്ങനെ വരുന്നുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ ഈ കോട ഇങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ തട്ടുന്ന സമയത്ത്. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു പാറ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഈ ഒരു ചെറിയൊരു പാറ ഇത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഇവിടെ കുറച്ച് സ്മെല്ല് കുറവുണ്ട്, അതുകൊണ്ടാണ്. ബാക്കി എല്ലാ സ്ഥലത്തും മൂത്രത്തിൻ്റെയും തീട്ടത്തിൻ്റെയും ഒക്കെ സ്മെല്ലാണ്. മലം ഒരു നമുക്ക് കഴിക്കാൻ തോന്നില്ല, അതാ പ്രശ്നം. കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇങ്ങനെ എത്ര പേര് ഈ വീഡിയോ ഒക്കെ കാണും എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എന്നിരുന്നാലും ഞാൻ കാണിക്കും. ഞാൻ കണ്ടു, നിങ്ങളും കൂടി കാണും. മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് കുറേ പേരെ ഞാൻ കണ്ടിരുന്നു. കുറച്ച് പേരൊക്കെ സംസാരിച്ചു, കുറച്ച് പേരൊക്കെ ഒന്നും മിണ്ടാതെ പോയി. അങ്ങനെയാണ് മലയാളികളുടെ കാര്യം, അങ്ങനെയാണ്. പിന്നെ ഈ വെള്ളിയാങ്കിരി മല കയറുന്നത് അത്ര ടഫാണോ എന്ന് വെച്ചാൽ അല്ല, ഈസി ട്രെക്കിംഗ് ആണ്. പിന്നെ തുടക്കത്തിൽ ആ ഒരു 2-3 മലകൾ മാത്രമേ ബുദ്ധിമുട്ടിക്കുന്നുള്ളൂ. ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം കുത്തനെയുള്ള കയറ്റമാണ്. അതാണ് പ്രശ്നം. അപ്പോൾ ഈ ട്രെക്ക് ചെയ്യാത്ത ആളുകളുണ്ടല്ലോ, അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും. കാരണം അവരെ കാലൊക്കെ കഴിക്കും, ഉറപ്പായിട്ടും കഴിക്കും. എൻ്റെ പാൻറ്റൊക്കെ മൊത്തം പൊടിയാണ് ഇവിടെ, അതിൻ്റെ പ്രശ്നമാണ്. പിന്നെയുള്ളത് എന്തായാലും കാല് കഴിക്കും. പിന്നെ ഇപ്പോൾ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ബുദ്ധിമുട്ടും. പിന്നെ നമ്മളെ പോലുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടല്ല അത്. ട്രെക്ക് ചെയ്ത് ശീലമുള്ള ആളുകൾക്ക് ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടല്ല. പക്ഷേ തുടക്കത്തിലുള്ള ചെറിയ ബുദ്ധിമുട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ ബുദ്ധിമുട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് ശരിക്കും സ്വർഗ്ഗമാണിത്. കാരണം ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടല്ലോ. ഗവൺമെൻറ് ഈ തമിഴ്നാട് ഗവൺമെൻറ് ഇവർക്കൊന്നും തലക്ക് വെളിവില്ലേ? ഞാൻ അങ്ങനെ തന്നെ പറയും കേട്ടോ. വിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ ട്രെക്കിംഗ് സ്പോട്ട് നശിപ്പിച്ച് കളഞ്ഞു. കാരണം ഏറ്റവും കൂടുതൽ ട്രെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ആളുകൾ വരുന്നത്, മറിച്ച് തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടാണ്. മേലെ ഒരു ക്ഷേത്രമുണ്ട് എന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. ഉണ്ടായിരിക്കും. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടിയിട്ട് പോകുന്ന ആളുകളാണ്. നമ്മൾ ശബരിമലയിലൊക്കെ പോകുന്നില്ലേ, ശബരിമലയിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ശബരിമലയിൽ നമ്മുടെ കുറ്റം പറയണം. കാരണം മൊത്തം വേസ്റ്റിൻ്റെ അങ്ങേയറ്റമാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തീരില്ല, അതിന് മാത്രം വേസ്റ്റ് ഉണ്ട്. ഈ പേപ്പറും കടലാസൊക്കെ ആണെങ്കിൽ പോട്ടെ നയിക്കുക, അത് ഒരു മഴയൊക്കെ വരുന്ന സമയത്ത് അതങ്ങ് പോകും. ഇത് ഫുള്ള പ്ലാസ്റ്റിക്കും ഇതുമൊക്കെ വലിച്ചെറിഞ്ഞ് ഇരിക്കുകയാണ് ഇവിടെ. പ്ലാസ്റ്റിക് പോട്ടെ, അത് നമുക്ക് പറക്കിയെടുത്തെങ്കിലും തീർക്കാം. കാരണം ഈ ഒരു തീർത്ഥാടന സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് കുറച്ച് തൊഴിലാളികൾ വെച്ചങ്ങ് പെറുക്കിപ്പിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ തീട്ടം, അങ്ങനെയല്ലല്ലോ മലം, അങ്ങനെയല്ലല്ലോ മൂത്രം. അത് കുറേ കാലത്തേക്ക് അങ്ങനെ തന്നെ കിടക്കും. ഒരു മഴയൊന്നും കൊണ്ടാൽ പോരാ അതിന്. കാരണം അതിന് മാത്രം പ്രശ്നങ്ങളുണ്ട് ഇവിടെ. പിന്നെ തമിഴ്നാട് ഫോറസ്റ്റ് താഴെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ മേലേക്ക് കയറ്റിയാൽ ഒരു ബോട്ടിലിന് 20 രൂപ അവർ ഫൈൻ ഈടാക്കുന്നുണ്ട്. പിന്നെ ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അവർ മേലേക്ക് കയറ്റാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ടും ഇത് ഇവിടെ വരുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മേലെ ഷോപ്പ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് ആളുകൾ ഇവിടെ തന്നെ കളഞ്ഞിട്ട് പോവുകയാണ്. ഈ പ്ലാസ്റ്റിക് കാര്യങ്ങൾ താഴ്ന്ന് കയറ്റുന്നില്ല. ഓക്കെ, താഴ്ന്ന് എന്തായാലും ആ ഒരു ചെക്കൊക്കെ ചെയ്തിട്ടാണ് മേലേക്ക് കയറ്റുന്നത്. അക്കാര്യത്തിൽ പെർഫെക്റ്റാണ്. പക്ഷേ മേലേക്ക് ഷോപ്പിലെ ആളുകൾക്ക് ഇത് പെർമിറ്റ് ചെയ്യുന്നതുകൊണ്ട്, ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങൾ പെർമിറ്റ് ചെയ്യുന്നതുകൊണ്ട് ആളുകൾ ഇവിടെ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങി ഇവിടെ തന്നെ കളഞ്ഞിട്ട് പോവുകയാണ്. അത് 1-2 പ്ലാസ്റ്റിക്കൊക്കെ ഒന്നുമല്ല, ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ. എത്ര ആളുകളെന്നാണ് ഇവിടെ വരുന്നത്. രാവിലെ തന്നെ ഒരുപാട് പേര് ട്രെക്ക് ചെയ്ത് മേലേക്ക് വരുന്നുണ്ടായത്. പിന്നെ ട്രെക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ട പ്രധാന കാരണം എന്ന് പറയാം, ഒന്നെങ്കിൽ നിങ്ങൾ ട്രെക്ക് ചെയ്യുന്ന സമയത്ത് ബെയർ ഫൂട്ടായിട്ട്, അതായത് നഗ്നപാതരായിട്ട് ട്രെക്ക് ചെയ്യാതിരിക്കുക. അതൊരു ട്രെക്കിങ്ങിൻ്റെ നല്ല ലക്ഷണമല്ല.
ഈ വരുന്ന ആളുകളൊക്കെ നഗ്നപാതരായിട്ട് വരുന്ന ആളുകളാണ്, ബെയർ ഫൂട്ടായിട്ട് വരുന്ന ആളുകളാണ്. അതാണ് അവരെ ഇത്രയധികം അവർക്ക് കാല് കഴിക്കാനുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. എല്ലാവരും വരുന്നത് ബെയർ ഫൂട്ടായിട്ടാണ്. ഞാൻ അത്യാവശ്യം ഒരു ചെരുപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ചെരുപ്പിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കയറി വരും. കാരണം ഇതൊന്നും അത്ര വലിയ ട്രെക്കിങ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ട്രെക്കിംഗ് ഷൂ ഉപയോഗിക്കുക എന്നുള്ളത്. ട്രെക്കിങ്ങിന് പോകുന്ന ആളുകളാണെങ്കിൽ ട്രെക്കിംഗ് ഷൂ ഉപയോഗിക്കുക. പിന്നെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ടീഷർട്ടും പാൻറ്റും, ട്രാക്ക് പാൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഷോർട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുക. ഒരുപാട് വെയിറ്റ് എടുത്തിട്ട് ട്രെക്ക് ചെയ്യരുത്. എൻ്റെ ബാഗ് അങ്ങനെ ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, ഒരു 2-3 കിലോ കാണും. 3 കിലോ അല്ല, ഒരു 6 കിലോ കാണും എല്ലാം കൂടി. 6 കിലോ ഉണ്ട് ഇപ്പം. അതിപ്പം ഈ 6 കിലോ ഒരു 3 കിലോ എന്തായാലും എൻ്റെ ഭക്ഷണമായിരിക്കും. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ നിന്ന് വാങ്ങിയിട്ടാണ് വന്നത്. കാരണം എനിക്കറിയാം ഇവിടുത്തെ അവസ്ഥകൾ എന്താണ്, നല്ല ബോധ്യമുണ്ട് എനിക്ക് ഇവിടെ. കാരണം തീർത്ഥാടന കേന്ദ്രമുണ്ട്, എന്തായാലും ഇവിടെ നല്ല പൈസ ആയിരിക്കും ഭക്ഷണത്തിന്. എന്ത് വാങ്ങിയാലും നല്ല പൈസ ആണ് കേട്ടോ. ഒരു ചെറിയൊരു പാക്കറ്റ്, അതായത് നമ്മുടെ നാട്ടിൽ 10 രൂപയ്ക്ക് കിട്ടുന്ന ബിസ്ക്കറ്റിന് ഇവിടെ 50 രൂപയാണ്. 15 രൂപയുടെ പിന്നെ സർബത്തിന് ഇവിടെ 50 രൂപ. അത് ഏതെടുത്താലും 50 ആണ്. 50-നും മേലെയാണ്. ഒരു വാട്ടർ മിലണിൻ്റെ ഒരു പീസ് ഞാൻ വാങ്ങിയിരുന്നു, ആ പീസിന് മാത്രം 30 രൂപ വാങ്ങിച്ചു അവർ. അതാണ് കാര്യങ്ങൾ. പിന്നെ ആളുകളൊക്കെ ട്രെക്ക് ചെയ്ത് ഇങ്ങനെ പതുക്കെ കയറി വരുന്നുണ്ട്. അവരൊക്കെ അവിടെ നോക്കുന്നുണ്ട്, ഞാൻ വ്ളോഗ് ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ്. ആ ഭാഗത്തൊക്കെ കണ്ടോ നല്ല തെളിഞ്ഞു വരുന്നുണ്ട്. ആ മലകളുണ്ടല്ലോ, വെള്ളിയാങ്കിരി മല കേട്ടോ. ഞാൻ പറയുമ്പോൾ തെറ്റി പോകുന്നതാണ്. വെള്ളരി മല അല്ല, വെള്ളിയാങ്കിരി മലകളാണ്. അതെ, ആ ഭാഗത്തൊക്കെ കോട പോയി തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. താഴെ നിന്ന് വാങ്ങിയ വെള്ളം ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇത് അവരവിടുന്ന് സീൽ ചെയ്ത വെള്ളമാണ് കേട്ടോ. തമിഴ്നാട് ഫോറസ്റ്റ് സീൽ ചെയ്ത് തന്ന വെള്ളമാണ്. ₹520. ഈ പൈസ ഉണ്ടല്ലോ, ഈ 20 രൂപ ഉണ്ടല്ലോ, ഈ 20 രൂപ നമ്മൾ ഈ കുപ്പി അവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു തരും എന്നാണ് പറഞ്ഞത്. 20 രൂപ 40 രൂപ നോക്കാം, നമുക്ക് തിരിച്ച് കിട്ടുമോ നോക്കാം. എന്നിട്ട് ഞാൻ കാണിക്കും കുപ്പി അവിടെ. ഞാൻ ആ വെള്ളം കുടിച്ചിട്ടേ ഇല്ല കേട്ടോ, കുടിക്കേണ്ടി വന്നിട്ടില്ല വെള്ളം. അതിന് മാത്രമുള്ള ടയർഡായിട്ടുള്ള ട്രെക്കിംഗ് ഇല്ല. പിന്നെ കുറച്ച് ഭക്ഷണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് എവിടെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്? ഇതിനകത്താണ്. എന്തായാലും ഭക്ഷണം കഴിക്കാം. ഇത് പേപ്പർ കവറാണ് കേട്ടോ. ഞാൻ കുറച്ച് ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എന്തായാലും കഴിക്കണം. ഞാൻ എന്തൊക്കെ വാങ്ങി എന്നുള്ളത് കാണിക്കട്ടെ. ഞാൻ കാണിച്ചു തരാവേ. 2 പാക്കറ്റ് നമ്മുടെ ഹോർലിക്സ് പൗഡറാണ് കേട്ടോ. ഹോർലിക്സ് അല്ല, എന്താണ് ഇത്? ഗ്ലൂക്കോസ് ഫിറ്റാണ്. 2 പാക്കറ്റല്ല, ഒരു പാക്കറ്റും കൂടി വാങ്ങിയിട്ടുണ്ട്. 3 പാക്കറ്റ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം ചെറുതാണ്. പിന്നെ ബിസ്ക്കറ്റാണ്. ഇതേ നമുക്ക് അതിൻ്റെ എണ്ണയൊക്കെ വന്നു കേട്ടോ, ബിസ്ക്കറ്റിൻ്റെ. ബാക്കിയെല്ലാം ബിസ്ക്കറ്റാണ് കേട്ടോ വാങ്ങി. കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഭക്ഷണം. എന്തായാലും ഇത് കഴിച്ചിട്ട് ഞാനൊന്ന് വിശപ്പെടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ.